ഇന്നെന്തോ മമ്മി ഉണ്ടാക്കുന്നേ? മോനെ താണ്ട് ഇന്നലെ നമ്മളെടുത്ത വാഴക്കൂമ്പില്ലേ, അത് കണ്ട് മമ്മി എല്ലാം അരിഞ്ഞ് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനകത്തോട്ട് ഇച്ചിരി ഉപ്പൂടൊക്കെ ഇട്ടേ ഇത് ആദ്യം ഒന്ന് മമ്മി വേവിച്ചെടുക്കട്ടെ കേട്ടോ. ഇതെന്തോ ഉണ്ടാക്കുവോ? ഇതിന് നമ്മൾ ഒരു സ്പെഷ്യൽ തോരൻ വെക്കാൻ പോവാണ്. പയറിട്ടാണോ? പയറിട്ടല്ലേ നമ്മൾ എപ്പോഴും വെക്കുന്ന, പയറും തുവരയൊക്കെ ഇട്ട്. ഇന്ന് പയറും തുവരയൊന്നുമല്ല, വേറെ സാധനം ഇതിനകത്ത് മമ്മി ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നോക്കാം. മോനെ താണ്ട് വാഴക്കൂമ്പാന്നേലേ വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഉപ്പിട്ടിട്ടെ. ഇതെന്തോ മമ്മി അരി എടുത്തേക്കുന്നേ? അരിയാണ് മോനെ ഇതിന്റെ സീക്രട്ട് ഏജന്റ്. നമുക്ക് ഇപ്പൊ ചെയ്യാം, വാ. അരി വെച്ചിട്ടോ? ദേ ഇത് കണ്ടോ നമ്മുടെ അരി ഉണ്ടല്ലോ മമ്മി, ഇത് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി എടുത്തേക്കുന്നതാണ് കേട്ടോ. എന്നിട്ട് ഏതരി വേണേലും എടുക്കാമേ, പച്ചരി അല്ല ഞാൻ എടുത്തേക്കുന്ന ചാക്കരി. നമ്മുടെ കുത്തിരി വേണേലും എടുക്കാം, വെള്ളരി വേണേലും എടുക്കാം. ഞാൻ ഇപ്പൊ എടുത്തേക്കുന്ന വെള്ളരി കേട്ടോ. ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാം. ദേ ഇത് വറുത്തോണ്ടിരിക്കുക കേട്ടോ. ഇതെല്ലാം ഒന്ന് പൊട്ടട്ടെ. ടപ്പേന്ന് പൊട്ടും കണ്ടോ. മോനെ തണ്ട് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കേട്ടോ. അരി നല്ല ബ്രൗൺ കളർ നല്ല ക്രീറാന്നായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് തണുക്കട്ടെ. അപ്പോനെ ഇനി നമുക്ക് അന്നേ തേങ്ങ അരച്ചെടുക്കാമേ തോരന് വേണ്ടി കേട്ടോ. അതിനകത്ത് ജീരകം എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, തേങ്ങ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് മഞ്ഞളും കൂടെ ആഡ് ചെയ്ത് തേങ്ങ ഒന്ന് ചതച്ചെടുക്കണം. തേങ്ങ ചതച്ചതില്ലേ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതേ അരപ്പിട്ടിട്ടേ ഇതൊന്നുകൂടെ നമുക്കൊന്ന് അടച്ചു വെക്കാമേ. ഈ ചെറുക്കനാണ് ഇത് മൊത്തം മാറി കൊടുക്കും. എടാ മൊത്തം മാറി തിന്നാതെടാ. ദേ പൂവനെ, ദേ അരി വറുത്തതാണെ തണുത്തിട്ടുണ്ട്. മമ്മി ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കുവാണേ. ദേ പുസ്സ ഇതിന്റെ വെള്ളമൊക്കെ നല്ലപോലെ പറ്റിയിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്കാണല്ലേ ഈ അരി വറുത്തത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം കണ്ടോ. ഇനി അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. മമ്മി ഈ റെസിപ്പി ആരും പറഞ്ഞു തന്നെ മമ്മിക്ക്? ഇത് നമ്മുടെ ലില്ലിമ്മ, എന്റെ അമ്മ പറഞ്ഞു തന്നാ ഇങ്ങനെ ചെയ്ത് നോക്കാൻ കേട്ടോ. ചുമ്മാ അല്ല ഇത്തരം നല്ല മണം പറഞ്ഞു. ദേ അപ്പൊ ഞാന് ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. നമുക്കിത് ഓഫ് ചെയ്തിടാം കേട്ടോ. ഇനി ഇതിന് കടു വറക്കണം. അരിയാണെങ്കിലും പൊടിച്ച് വറുത്തിട്ട് പൊടിച്ചില്ലേലും വറുത്തതാണേലും ഇട്ടാൽ മതി എന്നാ പറഞ്ഞതേ. അപ്പൊ ഞാനിപ്പോ വറുത്ത് പൊടിച്ച് തന്നെ ഇട്ടേക്കുന്നത് കേട്ടോ. ദേ ഇനി നമുക്കേ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് മമ്മി. ഇനി ഇതിനൊക്കെ കടു ഇട്ട് കൊടുക്കട്ടെ. ദേ കടുവൊക്കെ പൊട്ടി നമുക്ക് കരിയാപ്പല ഇട്ട് കൊടുക്കാമേ. ഇനി വറ്റൽമുളക്, അതിന് നമുക്ക് കൊച്ചുള്ളിയും കൂടി ഇടാമേ. ഇതെല്ലാം നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ടേ. ഇനി നമുക്കാണെങ്കിൽ കടു വറുക്കാം എല്ലാം കൂടെ തോരനോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോനെ ദേ നമ്മുടെ അപ്പൊ തോരനൊക്കെ നല്ല സെറ്റ് ആയിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി രുചിയാണ്. എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അരി വറുത്ത് പൊടിച്ചത്